ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി പെപ്പർ ചിക്കൻ്റെ വീഡിയോ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് അതിന് മസാല പ്രിപ്പയർ ചെയ്യാം. അതിന് ഞാൻ എടുത്തത് കുറച്ച് പെപ്പർ പൗഡർ കേട്ടോ. കുറച്ചധികം പെപ്പർ പൗഡർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 2-3 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ കേട്ടോ എടുത്തത്. അടുത്തായിട്ട് ആഡ് ചെയ്യുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഓളമാണ് ആഡ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാലയൊക്കെ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഇല്ല ആഡ് ചെയ്തത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ഇനി കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ലെമൺ കേട്ടോ. എനിക്ക് ഒരു കൈനെ കൊണ്ട് ലെമൺ പിഴിയാനുള്ള ശക്തി ഇല്ലായിട്ടാണ് ഞാൻ ഇങ്ങനെ പിഴിയുന്നത്. നിങ്ങളുടെ അടുത്ത് ലെമൺ സ്ക്യൂസർ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്താൽ മതി. നമ്മൾ നോൺ വെജ് എന്ത് ചെയ്യുമ്പോഴും അതിൽ കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്താൽ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അതിപ്പം ഫിഷ് ആണെങ്കിലും മീറ്റ് ആണെങ്കിലും ഒക്കെ. അവസാനം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എവിടേക്കോ തപ്പിപ്പം എനിക്ക് ഈ ലെമൺ സ്ക്യൂസർ കിട്ടിട്ടോ. അപ്പം നിങ്ങൾക്കും എന്നെപ്പോലെ മറ്റേ ലെമൺ പിഴിയാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ ലെമൺ സ്ക്യൂസർ വെച്ചിട്ട് പിഴിഞ്ഞാൽ മതി. നമ്മളിപ്പോൾ ഇതിലേക്ക് ഒരു ഫുൾ ലെമണാണ് ആഡ് ചെയ്തത്. ഇങ്ങനെ ലെമൺ ആഡ് ചെയ്താൽ നല്ലൊരു പുളിപ്പ് കിട്ടും. അത് നല്ല ടേസ്റ്റാണ് കറിക്ക്. ഞാൻ ആ ലെമൺ തലങ്ങും അതിൻ്റെ ഉള്ളിൽ വെച്ച് സ്ക്യൂസ് ചെയ്ത് അതിൻ്റെ ആത്മാവ് പുറത്ത് വരെ ഞാൻ പിഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അങ്ങനെ പിഴിയണം. അപ്പോൾ നമ്മൾ അതിലേക്ക് ലെമൺ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് അരച്ചും പുറഞ്ചും മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ, കാരണം ആ മസാല എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തണം. ഇതിങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ കൈ കഴുകുന്നതാവും നല്ലത്, അല്ലെങ്കിൽ കൈ ഭയങ്കര നീറ്റിലായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മസാല നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് ചിക്കൻ ആഡ് ചെയ്യാം. നിങ്ങളിപ്പോൾ എൻ്റെ 2-3 കുക്കിംഗ് വീഡിയോസ് കണ്ടിട്ട് ഈ പാത്രം നിങ്ങൾക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുണ്ടാവില്ലേ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. ചിക്കനിലേക്ക് നന്നായിട്ട് ഈ മസാല എല്ലാം നല്ലോണം പോകണം, മീൻസ് നല്ലോണം മിക്സ് ആവണം. അതുവരെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. കുറച്ചും കൂടി ഒരു വലിയ പാത്രമാണ് ഇപ്പോൾ നിങ്ങൾ എടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ലാവിഷായിട്ട് മിക്സ് ചെയ്യട്ടോ. ഇതിപ്പം ഞാനിപ്പോൾ ഇതെടുത്തോണ്ടാണ് ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മിക്സ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ കുറച്ച് വലിയ പാത്രമാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നമ്മൾ നന്നായിട്ട് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ച് സെറ്റായിട്ടുണ്ട്. ഇത് കുറച്ച് നേരം മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് സവാളയും കുഞ്ഞുള്ളി കേട്ടോ. ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് സവാളയും പിന്നെ കുഞ്ഞുള്ളി ഞാൻ 2 കൈക്കുള്ള കുഞ്ഞുള്ളി എടുത്തിട്ട് നന്നാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. നമ്മുടെ പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. കോക്കനട്ട് ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് കുഞ്ഞുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. കരിഞ്ഞു പോകാതെ നോക്കണം. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ അതിനങ്ങനെ ഇളക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കരിയാനുള്ള ചാൻസ് ഉണ്ട്. പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടോ.
പെട്ടെന്ന് വാടി കിട്ടാൻ നമുക്ക് വേണമെങ്കിൽ കുറച്ച് സോൾട്ട് ആഡ് ചെയ്യാം. പക്ഷേ നമ്മൾ എന്താ പറയുക, ചിക്കനിലും സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, കുഞ്ഞുള്ളിയിലും സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, സവോളയിലും ആഡ് ചെയ്തിട്ടുണ്ട്. അവസാനം പിന്നെ ഒരു പെപ്പർ ചിക്കനിന് പകരം ഇതൊരു ഉപ്പ് കറി ആയി പോകരുത്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കണം. അങ്ങനെ സവോള നന്നായിട്ട് സോട്ടായിട്ട് വരുന്നവരെ നമ്മളതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് ആ സവോളയുടെ ആ ഒരു സംഭവമൊക്കെ ഒന്ന് മാറി ഇപ്പം ഇതിങ്ങനെയായില്ലേ, ഇങ്ങനെ ആവണം. ഇതാണ് നമ്മുടെ പാകം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്നും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി പേസ്റ്റ് വെച്ചത് ചേർത്ത് കൊടുക്കാം. അത് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിക്കും, ഇപ്പം തെറിച്ച പോലെ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാൻ ഒഴിച്ച വെള്ളം ഇപ്പോൾ മിക്സി കഴുകിയ വെള്ളം കേട്ടോ. ഈ തക്കാളി അടിച്ചതിൻ്റെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കറക്കി ഒഴിച്ചതാണ് ഞാൻ. ഒന്നും അങ്ങനെ വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു സെമി ഗ്രേവി ആയിട്ട് ഉണ്ടാക്കുന്നത്. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇച്ചിരി പെപ്പർ ഇടാം. പെപ്പർ ഓപ്ഷണലാണ്, കാരണം നമുക്ക് അത്യാവശ്യം പെപ്പർ തന്നെ ആ ചിക്കൻ്റെ മസാലയിലുണ്ട്. പിന്നെ വേണമെങ്കിൽ ഒരു പൊടിക്കിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഇതിൻ്റെ പച്ചമണം മാറി കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ആദ്യം മുഴുവൻ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് അതിലുള്ള ഗ്രേവി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ ഇടയിൽ മിക്സ് ചെയ്യാനൊന്നും വേണ്ട, മൊത്തത്തിൽ ചിക്കൻ ഇട്ടിട്ട് മിക്സ് ചെയ്യാനായിരിക്കും നല്ലത്. ചിക്കനിലേക്ക് നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇളക്കുന്ന സമയത്ത് ഈ ചിക്കനൊന്നും പുറത്തേക്ക് പോവാതെ നോക്കണം കേട്ടോ. ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം നമ്മളിത് ഇളക്കാൻ, അല്ലെങ്കിൽ ഇത് പിന്നെ അവിടെ ഇവിടെയൊക്കെ പോകും. ചിക്കൻ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ഗ്രേവിയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൊത്തത്തിൽ ആ മിക്സ് എല്ലായിടത്തും എത്തുന്ന വരെ നമ്മൾ നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് മിക്സായി കഴിഞ്ഞു. ഇനി നമുക്കതൊരു ലിഡ് വെച്ചിട്ട് അടച്ച് വയ്ക്കാം. അങ്ങനെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. നല്ല അടിപൊളി ഗ്രേവി ആയിട്ട് ചിക്കനിന്നൊക്കെ വെള്ളം ഇറങ്ങി നല്ല അടിപൊളി ഒരു ഗ്രേവി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നമുക്ക് ടേസ്റ്റ് നോക്കിയാൽ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ അതിലേക്ക്. ഇതൊരു ലോ ഫ്ലെയിമിൽ വീണ്ടും ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കട്ടോ. അങ്ങനെ നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം വന്ന ഗ്രേവിയൊക്കെ വറ്റി ഇപ്പോൾ ഒരു സെമി ഗ്രേവി കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഗ്രേവി ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ ഉണ്ടാക്കിയതിൽ കുറച്ചൊരു പെപ്പർ ചിക്കൻ്റെ പെപ്പറിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ ഒരു പെപ്പറിൻ്റെ കുറച്ചൊരു ഇതായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു കുത്തലുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പെപ്പർ കുറച്ച് ആഡ് ചെയ്താൽ മതി. മീൻസ് ഞാൻ ആഡ് ചെയ്തതിനേക്കാൾ ഒരു പൊടിക്ക് ഇച്ചിരി ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എല്ലാവരും ഈ റെസിപ്പി ഒരു വട്ടെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.